എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അബി നവ്യനെ ഒന്ന് ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാനൊന്ന് മേടിച്ചു തരാം, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പം നവ്യ എനിക്കൊന്നും ആവശ്യമില്ലടാ എന്നാ പറയുന്നത്. അന്നേരം അബി ചോദിക്കും, നിനക്കിപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ, നേരത്തെ ആയിരുന്നെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ പറയുമായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയും, എടാ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു കുഞ്ഞില്ലേ, അവൻ്റെ കാര്യം നോക്കാനുള്ളത് നമ്മൾ സമ്പാദിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. നവ്യയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അവന് സംശയം തോന്നാതിരിക്കാൻ ഇങ്ങനെ പറയുന്നു. അന്നേരം അഭി പറയും, അതിന് നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ ശമ്പളമില്ല, അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും കൂടെ കൊണ്ടുപോകും, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു തരും, ഇന്ന് മൊത്തം ഞാൻ നിൻ്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഡേവിഡിൻ്റെ കോൾ വരുന്നത്. അഭിയോട് നേരെ ഓഫീസിലേക്ക് ചെല്ല്, ആ ഹോട്ടലിലേക്ക് ചെല്ലാനാണ് പറയുന്നത്, അവിടെ എല്ലാവരും ഉണ്ട്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോം വയ്ക്കും. എന്നിട്ട് ഈ കാര്യം നവ്യയോട് പറയുമ്പോൾ നവ്യ പറയുന്ന, നീ ചെല്ല് എന്ന്. ഇനി നവ്യയ്ക്ക് സംശയം തോന്നണ്ട എന്ന് കരുതി അവൻ എടുത്തു പറയുക, ഇനിയിപ്പം ഞാൻ ഡേവിഡ് സാറിനെ വിളിച്ച് പറഞ്ഞാലോ, ഇന്ന് വരാൻ പറ്റില്ലെന്ന്, നിൻ്റെ ആഗ്രഹം നടക്കണ്ടേ എന്ന് വയ്ക്കും. എന്നിട്ട് നവ്യ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിൻ്റെ പ്രൊഫഷനെ തൊട്ട് നീ കളിക്കണ്ട, നീ പൊയ്ക്കോ, നമുക്ക് ഔട്ടിങ്ങിന് പിന്നെയാണെങ്കിലും പോകാലോ എന്ന് പറയുന്നു. എന്നാൽ ശരി മോളെ, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന അബി തിരിച്ചു വന്ന് നവ്യയുടെ നെറുകയിൽ ഒരു ഉമ്മയും കൊടുത്തിട്ടാട്ടോ പോകുന്നത്. ഭയങ്കരമായിട്ട് സ്നേഹിച്ചങ്ങ് മറയ്ക്കുവാണ്. ഏതായാലും അബി അങ്ങ് പോയി കഴിയുമ്പം നല്ല ദേഷ്യത്തിൽ നിൽക്കുക നവ്യ ഇങ്ങനെ മനസ്സിൽ പറയുവാണ്, എനിക്ക് നിൻ്റെ ഗിഫ്റ്റും വേണ്ട, നിൻ്റെ ഈ സ്നേഹപ്രകടനങ്ങളെ ഞാൻ വീഴ്ത്തുമില്ല, ഏതായാലും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഉടനെ തന്നെ നമിതയെ അറിയിക്കണം എന്നിങ്ങനെ നവ്യ മനസ്സിൽ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നമിതയോട് പറയുന്നു. നമിത ഈ കാര്യം ആദർശിനെ അറിയിക്കുകയാണ്. ആദർശ് വണ്ടിയിൽ പോരുമ്പോഴാണ് അങ്ങനെ ഒരു മെസ്സേജ് ചെല്ലുന്നത്. അബിക്ക് ഡേവിഡിൻ്റെ കോൾ വന്നു, അബി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, എന്തോ സീക്രട്ട് കാര്യത്തിനാണ് എന്ന്. അന്നേരെ ആദർശ് ഈ കാര്യം നന്ദുവിനെ വിളിച്ചു പറയും. ആദർശ് പുറകെ പോയാൽ കണ്ടുപിടിക്കുമല്ലോ, അതുകൊണ്ട് നന്ദുവിനോട് പറയുവാണ്, ഇങ്ങനെ അഭി പോകുന്നുണ്ട്, ആരെങ്കിലും ഫോളോ ചെയ്യണം, നന്ദു വേണ്ട, ഏതെങ്കിലും പോലീസുകാരെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ ആദർശ് നന്ദുവിനൊരു മെസ്സേജ് അയക്കും. നന്ദു ആ കാര്യം ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് പറയുന്നുണ്ട്. അബിയുടെ വണ്ടിയുടെ നമ്പർ സഹിതമാണ് പറയുന്നത്. ഈ ഏത് റൂട്ടിലാണ് പോകുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് ഫോളോ ചെയ്തിട്ട് ആരെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കണമെന്ന് പറയും. അങ്ങനെ 2 കോൺസ്റ്റബിൾമാർ അബിയുടെ പുറകെ പോവുകയാണേ. അബിയുടെ പുറകെ പോകുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർക്ക് അബിയെ മിസ്സാകും. ഈ കാര്യം നന്ദു ആദർശിനോട് പോയി പറയുന്നുണ്ട്. ആദർശേട്ടൻ പറഞ്ഞതനുസരിച്ച് അഭിയെ 2 കോൺസ്റ്റബിൾമാർ ഫോളോ ചെയ്തിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർക്ക് അഭിയെ മിസ്സായി പോയി എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അഭിയുടെ പുറകിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അവൻ പോകുന്നത് എവിടെയാണ്, അവൻ ആരെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് കുറേയേറെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകില്ല ആദർശേട്ടാ, അഭിയുടെ കോണ്ടാക്റ്റ് അവൻ ആരോഗ്യമാണ് കാണുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടുന്ന് പോകുന്നു. ഏതായാലും അഭി നേരെ ചെല്ലുന്നത് നാഗേന്ദ്രൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അവർക്കിപ്പോൾ പറ്റിയ വീഴ്ചയെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അതുപോലെ നന്ദുവാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരം ഡേവിഡും പറയുന്നുണ്ട്, ആ പെണ്ണിനെയും കൊണ്ട് ഇപ്പം സൗകര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയേക്കുവാണ്, അവളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അവൾക്ക് ഒരെല്ല് കൂടുതലാണ്, അതിൻ്റെ അവൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയും, അങ്ങനെ എല്ല് കൂടുതലാണെങ്കിൽ ആയുസ് കുറയും, അതാണ് ഇനി നടക്കാൻ പോകുന്നത്, ഈ ഒരു തെറ്റ് മാത്രമല്ല അവൾ ചെയ്തത്, എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതും അവളാണ്, അതുകൊണ്ട് മിക്കവാറും അവളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഞാൻ തുടച്ചു നീക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ദേവയാനിയും നയനയും മുത്തശ്ശിയൊക്കെയാണ് കാണിക്കുന്നത്. അവർ അനിയുടെ വിവാഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനി ഇനി വേറൊരാളെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനിയും പ്രശ്നങ്ങളായാൽ എന്ത് ചെയ്യും, അവന്തികയായതുകൊണ്ട് നല്ല കുട്ടിയാണ്, എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണമെന്ന് പറയുന്നു. ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, ജലജയ്ക്ക് അവളെ ദത്തെടുത്തതാണ് എന്നൊരു കുറ്റബോധവും ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ട്, ഇങ്ങനൊരു വിവാഹം നടക്കുവാണെങ്കിൽ അവളുടെ ആ പ്രശ്നവും മാറ്റാമെന്ന്. അന്നേരം ദേവയാനി പറയുവാണ്, നവീനുമായിട്ട് വിവാഹാലോചന നടന്ന സമയത്ത് അവന്തിക മോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ആകെ വിഷമത്തിലായി, ഇനി അനിയേയും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോൾക്ക് ആകെ വിഷമാകും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണമെന്ന് ഇവർ പറയുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശിനെ വിളിച്ചു വരുത്തിയതാണ്. അന്നേരം ആദർശ് ചോദിക്കും, എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വിളിച്ചത് അനിയുടെ വിവാഹക്കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്, ഞങ്ങൾ വീട്ടിലെല്ലാവരും നിർബന്ധിച്ചിട്ടും അവൻ ഇതിനൊരു പിടി തരുന്നില്ല, അവൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നീ അവനോട് സംസാരിക്കണം, നീ പറഞ്ഞാൽ അവൻ
കേൾക്കുമെന്ന് പറയുക. അന്നേരം ആദർശ് പറയും, ഞാൻ ഇവിടെ വിളിച്ചു വരുത്തി അവനോട് സംസാരിച്ചതാണ്. ആ സമയത്ത് അവൻ പെട്ടെന്ന് വയലൻ്റ് ആകുമായിരുന്നു, അവന് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം ദേവയാനി പറയുക, അതൊന്നും നീ കാര്യമാക്കണ്ട, എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന്. അവന്തികമോൾക്ക് രണ്ടാമത്തെ വിവാഹാലോചന കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷമമാകുമെന്ന് ദേവയാനി പറയുന്നു. അതേ മാനസികാവസ്ഥ അനിക്കുണ്ട് എന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. അനിയെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിലേക്ക് എത്തിക്കാനാണ് അവരെല്ലാവരും നോക്കുന്നത്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്, എൻ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം എത്തിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന്. ഇത് വായിച്ചിട്ട് ആദർശ് അവിടെ ഇരിക്കുന്ന ദേവയാനിയോടും നയനോടും ഒക്കെ ഈ കാര്യം പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദുവിനെ ഈ കാര്യങ്ങൾ അറിയിക്കണം, ഇതൊരു നമുക്കൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന്. അതുപോലെ തന്നെ ആദർശ് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും ജയനെയാണ്. അവിടെ റെയ്ഡ് നടന്നു കേട്ടോ, എൻ ജ്വല്ലറിയിൽ റെയ്ഡ് നടന്നു, കുറേ സ്വർണം പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നു തുടങ്ങി. ആ ന്യൂസ് മുത്തശ്ശനെ കൊണ്ട് കാണിക്കുന്നുണ്ട് ജയൻ. എന്നിട്ട് ജയൻ പറയുന്നുണ്ട്, ഇനി അവരുടെ ജ്വല്ലറിയിൽ ആരും ഇടിച്ചു കയറിപ്പോയി സ്വർണം വാങ്ങില്ല, കാരണം ഈ ന്യൂസ് വന്നതോടുകൂടി അവിടെ എത്തുന്നത് കള്ളക്കടത്ത് സ്വർണ്ണമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി, ഇനി എൻ ജ്വല്ലറി തല പൊക്കില്ല എന്ന് ജയൻ പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ട്, കള്ളത്തരത്തിലൂടെ ഉയർന്നു വന്ന എൻ ജ്വല്ലറി ഒറ്റയടിക്ക് വീഴുന്നത് കണ്ടോ, ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്, സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ നമുക്ക് ഒരിക്കലും ഒരു തകർച്ച ഉണ്ടാകില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറാറുള്ളത്, ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ, എന്നിട്ടും നമുക്ക് ഇതുപോലൊരു ശത്രു എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, കള്ളത്തരം കാണിച്ച ഒരുപാട് പേരെ നമ്മൾ നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും അടിച്ചു പുറത്താക്കിയിട്ടുണ്ട്, അതിലേതോ ഒരാൾക്ക് കാശിൻ്റെ ഹുങ്ക് കയറിയപ്പം കാണിച്ചു കൂട്ടിയതാണ് ഇതെല്ലാം, പക്ഷേ ഇതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് താഴേക്ക് വീഴുന്നത് കണ്ടില്ലേ, ഇതാണ് കള്ളത്തരത്തിന് അതുപോലെ ചതിക്കും നിലനിൽപ്പില്ല എന്ന് പറയുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന നന്ദുവിനെയാണ്. നന്ദു അയാളുടെ ക്യാബിനിൽ കയറിയിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കും. അന്നേരം എങ്ങോട്ട് പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്, അതെ കൊച്ചെ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ചെറിയ മീനൊന്നും അല്ല എന്ന് പറയുമ്പം നന്ദു ചോദിക്കും, നീയോ, താൻ ആരെയാ നീ എന്നൊക്കെ വിളിക്കുന്നത്, താൻ കൂൾഡ് കടന്ന് ചിലയ്ക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് എഴുന്നേറ്റ് സ്റ്റേഷനിലേക്ക് വാ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയും. അന്നേരം ഡേവിഡ് ചോദിക്കും, അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ വരേണ്ട കാര്യം എന്താണ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഇതുപോലെ ഒരു ഓഫീസിൽ റെയ്ഡ് നടക്കുകയും അവിടുന്ന് കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്താൽ അവിടുത്തെ MD എന്താണ് ചെയ്യേണ്ടത് എന്ന് തനിക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഡേവിഡ് പറയും, ഇവിടെ കള്ളക്കടത്ത് സ്വർണം വന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല എന്ന്. അന്നേരം നന്ദു തിരിച്ചു ചോദിക്കും, താനല്ലേ ഇതിൻ്റെ MD, വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് എന്ന് പറയും. എങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് സംസാരിക്കാം, താൻ കൂടുതൽ ഇങ്ങോട്ട് പറയാൻ വരണ്ട, ഇതിനു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം താൻ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുമ്പം ഡേവിഡ് പറയുവാണ്, എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും അവിടെ ചെല്ലുന്നതിന് മുമ്പ് കൊച്ചിനെ എന്നെ വിട്ടയക്കേണ്ടി വരും എന്ന്. അന്നേരം അത് അന്നേരത്തെ കാര്യമില്ലേ, നമുക്ക് നോക്കാം, താനിപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കോളറിനെ പിടിച്ച് വലിച്ചുകൊണ്ട് നന്ദു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഭിയാണ്. അഭി ആകെ ടെൻഷനോടെ നവ്യയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുവാണ്, നിൻ്റെ അനിയത്തിയെ കൊണ്ട് ഇരിക്കപ്പുറതിയില്ല, അവൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് അറിയാവോ, ഡേവിഡ് സാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അനിയത്തിയുടെ ജീവിതം ഉടനെ തന്നെ തീരും, അത് നീ ഓർത്ത് വെച്ചോ എന്നൊക്കെ പറയുവാണ്. അന്നേരം നവ്യ ചോദിക്കും, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, എനിക്കൊന്നും അവളോട് പറയാനും പറ്റില്ല എന്ന് പറയുമ്പം അഭി പറയുവാണ്, ഈ ഒരു നിലപാട് എന്നും കാണണം, കാരണം അവൾ കൊണ്ടുപോയേക്കുന്നത് ഡേവിഡ് സാറിനെയാണ്, സാറിൻ്റെ മേത്ത് അവൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ഇല്ല, അവളെ വെട്ടി നുറുക്കി വല്ലയിടത്തും കൊണ്ട് തട്ടാൻ കഴിവുള്ളവർ ഡേവിഡ് സാറിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം, ആ സമയത്ത് മാറ്റി പറഞ്ഞേക്കരുത് എന്ന് പറയുമ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അവൾ എൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു. എന്നാൽ കരുതി ഇരുന്നോളാം പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോകും. പോയി കഴിയുമ്പം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, ഇല്ലടാ എൻ്റെ നന്ദുവിനെ ഒന്നും ചെയ്യാൻ നിനക്കൊന്നും സാധിക്കത്തില്ല, നിന്നെ എല്ലാം കൂടി പിഴിഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് നവ്യ നിൽക്കുന്നത്. ഏതായാലും ഇതിന് ശേഷം നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു ഡേവിഡിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പം പോലീസുകാർക്കൊക്കെ ഭയങ്കര ബഹുമാനം ഡേവിഡിനോട്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പും പല ക്രിമിനൽസിനെയും ഞാൻ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അന്നൊന്നും ഈ ഒരു ബഹുമാനം കണ്ടിട്ടില്ല, അതേ രീതിയിൽ ഇയാളെയും കണ്ടാൽ മതി, ഇയാൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുന്നു. അന്നേരം AICയും ബാക്കി കോൺസ്റ്റബിൾമാരൊക്കെ ആകെ വിഷമിച്ച് നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് യാതൊരു VIP ട്രീറ്റ്മെൻറ്റും ഇവിടെ കൊടുക്കേണ്ട
പോകേണ്ട കാര്യമില്ല, വിളിച്ചുകൊണ്ട് പോയി സെല്ലിലിടാൻ പറയുന്നു. അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും DYSP എന്ന് തോന്നുന്നു വന്നിട്ട് നന്ദുവിനോട് ഫയർ ചെയ്യുവാണ്. നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? ഡേവിഡ് സാറിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും വേണം, അതില്ലാതെ എന്തിനാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്ക് വ്യക്തമായ തെളിവുണ്ട്, ആ ഓഫീസിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്, അതിന് തക്കതായ തെളിവുകളുണ്ട് എന്ന് പറയുമ്പം അതൊന്നും ഡേവിഡ് സാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമല്ല, അതുകൊണ്ട് ഡേവിഡ് സാർ പൊക്കോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് നിർത്തുമ്പോഴേക്കും DYSPയുടെ ഫോൺ റിങ് ചെയ്യുന്നു. എടുത്തു കഴിയുമ്പം അപ്പുറത്ത് IG ആണ്. അദ്ദേഹം DYSPയോട് പറയുവാണ്, കിട്ടിയ തെളിവുകളിൽ വിശദമായ അന്വേഷണം നടത്താതെ ഡേവിഡിനെ വിട്ടയക്കേണ്ട എന്ന്. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹുമാനത്തോടു കൂടി നിന്നിട്ട് DYSP ഫോൺ വയ്ക്കും. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കേസിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്ന് IG ആണ് വിളിച്ച് പറഞ്ഞതെന്ന്. എന്നിട്ട് ഡേവിഡിനോട് പറയും, സാറേ ഇപ്പോൾ വിട്ടയക്കാൻ പറ്റത്തില്ല കേട്ടോ എന്ന്. എന്നിട്ട് നന്ദുവിനോട് പറയും, എന്താണെന്ന് വെച്ചാൽ അന്വേഷണത്തിൻ്റെ രീതിയിൽ അന്വേഷിക്കാൻ വേണ്ട എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തു, ഞാൻ ഇനി ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേരങ്ങ് പോകുന്നു. അന്നേരം നന്ദു ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം തൻ്റെ കാൽക്കീഴിലാണ് എന്നൊരു ഭാവം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ മാറി കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നേരെ അങ്ങേരെ പിടിച്ച് സെല്ലിലിടുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഡേവിഡിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഡേവിഡിനെ നല്ല രീതിയിൽ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്, നല്ല തല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് മുകളിൽ ആരാണ് അവിടെ ഉള്ളത് എന്ന്. അങ്ങനെ ഒരാളില്ല, എൻ്റെ സ്ഥാപനമാണ് അത് എന്ന് പറഞ്ഞു കഴിയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയിൽ നിന്നും കള്ളത്തരം കാണിച്ചതിന് പുറത്താക്കിയ അബിയെ തൻ്റെ കമ്പനിയിൽ മാനേജരാക്കി, താനും അവനും തമ്മിൽ എന്താ ബന്ധം? അതോ തനിക്ക് മുകളിലുള്ള ആളുമായിട്ടാണോ അബിക്ക് ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോഴും മൂർത്തി ജ്വല്ലറിയായിട്ട് പിണങ്ങി പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ മാത്രമാണ് അബിക്ക് ജോലി കൊടുത്തത്, അല്ലാതെ വേറെ ഒരു രീതിയിലും അബിയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നത്. ഏതായാലും കുറേ തല്ല് കൊടുക്കുന്നുണ്ട്, ആകെ വശം കെട്ടു പോകുന്നുണ്ട് കേട്ടോ ഡേവിഡ്. പിന്നീട് അബിയെ കാണിക്കുന്നു. അബിക്ക് ആകെ ടെൻഷനാണ്, ഡേവിഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, ഡേവിഡ് ഇങ്ങനെ ഇനി നാഗേന്ദ്രൻ്റെ പേര് പറയുമോ എന്നുള്ള ടെൻഷനുണ്ട്. ഇത് അബിയും അവന്തികയും കൂടി സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അന്നേരം ആകെ ടെൻഷനാട്ടോ അവന്തികയ്ക്കും. പിന്നെ അബി പറയും, ഡേവിഡ് അങ്ങനെ അച്ഛനെ ചതിക്കുകയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡേവിഡിന് ഒരു ജീവിതം ഇല്ലയെന്ന് അയാൾക്ക് അറിയാം എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇതിനെല്ലാം കാരണം നന്ദുവാണ് എന്ന് പറയുമ്പം ദേഷ്യം വരുവാണ് അവന്തികയ്ക്ക്. അവന്തിക പറയുവാണ്, എൻ്റെ ജീവിതത്തിലും തടസ്സമായിട്ട് നിൽക്കുന്ന അവൾ ഒറ്റ ഒരുത്തിയാണ്, അവളാണ് എല്ലാത്തിനും കാരണമെന്ന്. അന്നേരം അബി പറയും, നീ അതോർത്ത് പേടിക്കണ്ട, ഇനി നന്ദു ഒരുപാട് കാലമൊന്നും ഈ രീതിയിൽ മുന്നോട്ട് പോകില്ല, അവളെ തീർക്കാൻ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ പോവുകയാണ് എന്ന് പറയുമ്പം അവന്തിക പറയും, സൂക്ഷിക്കണം കേട്ടോ, ഏട്ടനെ ഫോളോ ചെയ്യാൻ പലരും ഉണ്ടാകുമെന്ന്. അന്നേരം അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അബി അവിടുന്ന് പോകുന്നു. ഏതായാലും പറഞ്ഞ പോലെ തന്നെ ആരും കാണാതെ അബി നാഗേന്ദ്രൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രനും അബിയും കൂടി സംസാരിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുവാണ്, നമുക്ക് ചെറിയൊരു പാളിച്ച പറ്റി, നിന്നെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. കാരണം അവിടെ നിന്നും തിരിമറി നടത്തിയ നിന്നെ ഈ കമ്പനിയിൽ മാനേജരാക്കുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സംശയം തോന്നും. അതുമാത്രമല്ല, മാനേജരായതിനു ശേഷം നിൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ് ഇതറിഞ്ഞപ്പോൾ നീ കുറച്ച് അഹങ്കാരം കാണിച്ചു, ആ അഹങ്കാരം ഡേവിഡിനോട് പോലും നീ കാണിച്ചു, അതെല്ലാം ഈ തിരിച്ചടിക്കെല്ലാം കാരണമാണ് എന്ന് പറയുമ്പം അബി പറയുക, അച്ഛാ അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ അതുപോലെ അടിച്ചമർത്തി വെച്ചേക്കുമായിരുന്നു മൂർത്തി ജ്വല്ലറിയിൽ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊരു സൗഭാഗ്യം കിട്ടിയപ്പോൾ ആദ്യം അറിയാതെ എൻ്റെ കൺട്രോൾ പോയതാണ്, ഞാൻ ഇനി സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ, കാരണം നമുക്ക് പുറകെ നന്ദുവും ആദർശും ഒക്കെ ഉണ്ട് എന്ന്. അതുമാത്രമല്ല, നന്ദുവിനെ തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ നാഗേന്ദ്രൻ റെഡിയാക്കിയിട്ടുണ്ട്, ഇനി നന്ദുവിനെ കൊണ്ടൊരു ശല്യം ഉണ്ടാകില്ല എന്നും കൂടി പറയുന്നുണ്ട് നാഗേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയനോട് ആദർശ് പറയുവാണ്, AN ജ്വല്ലറി ഇനി തലപൊക്കത്തില്ല, ഏകദേശം അവരുടെ നാശത്തിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്ക് പേടിക്കാനില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും മുത്തശ്ശനെ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്ന്. അന്നേരം നയന പറയുവാണ്, മൂർത്തി ജ്വല്ലറിയുടെ MD ഇപ്പം അനിയല്ലേ, അതുകൊണ്ട് ഇനി അനി മതി, ഈ കൊച്ചുമോനെ വേണ്ടാന്ന് മുത്തശ്ശൻ വിചാരിച്ച് കാണുമെന്ന്. അന്നേരം ആദർശ് പറയും, അങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കമ്പനി ഉയർച്ചയിലേക്ക് എത്തുന്നുണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് മതിയെന്നും പറയുന്നു. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പം ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്, നന്ദുവിൻ്റെ ജീവിതത്തിന് അപകടമുണ്ട്, അവളോട് സൂക്ഷിക്കാൻ പറയണം, അവളോട് കരുതിയിരിക്കാൻ പറയണം എന്നൊക്കെ. അത്
കണ്ടു കഴിയുമ്പോഴത്തേക്കും ആകെ ടെൻഷനാകുന്നു നയനയ്ക്കും ആദർശനും. സ്വാഭാവികമായിട്ടും ഡേവിഡിനെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. അയാളെ സ്റ്റേഷനിൽ കൊണ്ട് പഞ്ഞിക്കിടുകയും ചെയ്തു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നന്ദുവിന് ഭീഷണി ഉണ്ടാകും. ഇനി നന്ദു സൂക്ഷിക്കണം, അത് അവളെ അറിയിക്കണം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് അത് നന്ദുവിനെ അറിയിക്കാനാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഇറങ്ങി പോരുവാണ്. ആകെ ടെൻഷനിലാകുന്നുണ്ട് നയനയും. ഈ സമയം നന്ദുവിനെ കാണാനായിട്ട് അനി സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. കാരണം നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രണ്ടുപേരൂടെ ട്രിപ്പിന് പോകാൻ തീരുമാനിച്ചായിരുന്നല്ലോ, അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇത് ഭയങ്കര റിസ്ക് പരിപാടിയാണ്. വീട്ടിൽ അവരോട് ഞാൻ എന്ത് നുണ പറയും എന്നറിയില്ല. ആ നുണ വിശ്വസിച്ചില്ലെങ്കിൽ അമ്മ എന്നെ വിടിയല്ല എന്നൊക്കെ പറയും. അതുപോലെ അനിയോട് പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും പറ്റിക്കുന്നത് നീയാണ്, അതുപോലെ ഈ തവണ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അഥവാ നീ വന്നില്ലെങ്കിൽ നിൻ്റെ വീട്ടിലോട്ട് ഞാൻ ഇടിച്ചു കയറി വരുമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് നാളെ കാണണം, ഉറപ്പായിട്ടും നീ വന്നേക്കണം, വന്നില്ലെങ്കിൽ പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചിരിയോട് ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട് നന്ദു. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം നന്ദു ഈ കാര്യം ഗോവിന്ദനോട് പറയുവാണ്. ഞായറാഴ്ച പോലീസ് ക്ലബ്ബിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് എനിക്ക് രാവിലെ 9 മണിയാകുമ്പോൾ അവിടെ ചെല്ലണമെന്ന്. അന്നേരം അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, പൊയ്ക്കോ എന്ന് ഗോവിന്ദൻ പറയും. പക്ഷെ അത് കേട്ടോണ്ട് വരുന്ന കനകയ്ക്ക് അത് അത്ര വിശ്വാസമല്ല, ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട്. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ. അന്നേരം നിൻ്റെ കാര്യമായിട്ട് എനിക്ക് വിശ്വാസമില്ല, കാരണം നാളെ മൂർത്തി ജ്വല്ലറിക്ക് അവധിയാണ്, അതുകൊണ്ട് അനിയും ഫ്രീ ആണ്. ഇനി വല്ലയിടത്തും കറങ്ങി നടക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല കേട്ടോ, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ തനി സ്വരൂപം അറിയും എന്നൊക്കെ പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം അമ്മ എന്നെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് സംശയം ഉള്ളത് കൊണ്ടാണ്, മോള് കള്ളത്തരം കാണിക്കാതിരുന്നാൽ മതി, പൊയ്ക്കോളാൻ പറയുക. എന്നിട്ട് നന്ദു എന്നിട്ട് പോന്നു കഴിയുമ്പം കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, അവൾ വന്നിരുന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നറിയാവോ, നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ഞൊട്ടയൊക്കെ ഇട്ടുണ്ട്, അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ കള്ളത്തരം ഉണ്ട് എന്ന്. അന്നേരം ഗോവിന്ദൻ നന്ദുവിൻ്റെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ്. പക്ഷേ കനക പറയുവാണ്, എനിക്ക് സംശയമുണ്ട്, ഇനിയിപ്പോൾ അവൾ പോലീസ് ക്ലബിലേക്കാണ് പോകുന്നതെങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷെ അനിയുടെ കൂടെ ആകാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അന്നേരം ഇവർ സംസാരിക്കുന്നത് നന്ദു കേൾക്കുന്നുണ്ട്. നന്ദുവിന് ചെറിയ ടെൻഷൻ ആകുന്നുണ്ട്, കാരണം കനക അത് അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പം അനി വിളിക്കും, എടി നാളത്തെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറയുമ്പം, എടാ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ എന്ന് പറയും. അന്നേരം ടെൻഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവന്തികമായിട്ടുള്ള വിവാഹമായിട്ട് ഇവർ മുന്നോട്ട് പോവുക. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ അങ്ങ് പോകും, പിന്നെ നമ്മുടെ കല്യാണവും കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചിട്ടേ നമ്മൾ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയുമ്പം നീ അത്രയ്ക്കൊന്നും ചിന്തിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ റൂമിലേക്ക് കയറി വരുന്ന അവന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.